ഇവരൊക്കെ ഈ കിടന്ന് തുള്ളുന്ന എന്താണെന്ന് മനസ്സിലായിരുന്നു. ഒരു നാട്ടിലുള്ളവർ മൊത്തം നല്ല വൈബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വേടനും ഉണ്ട് കൂടെ തുള്ളി തുള്ളി ഡാൻസും കളിച്ച അടിപൊളി. ഇതാണ് പള്ളിവേട്ട. ഡാൻസ് കളിച്ച തളർന്ന കുട്ടി. അപ്പം നമുക്ക് ഈ പള്ളിവേട്ടയുടെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. നിങ്ങൾ ഈ പള്ളിവേട്ട എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ചെറിയ സംഭവങ്ങൾ കണ്ടും കാണും. അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, ഒരു കൂടാരം പോലെ കെട്ടി തോലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇതിൻ്റെ അകത്തൊരു പൂജയും കാര്യങ്ങളും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പം വേടൻ അതിൻ്റെ അകത്തുനിന്ന് ചാടി പുറത്തോട്ടിറങ്ങി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ നാട്ടുകാരും എല്ലാവരും കൂടി ആ മേളത്തോടു കൂടി അതേ ഇരിക്കുന്ന തോലെല്ലാം വലിച്ച് ഇങ്ങനെ കയ്യിലിങ്ങനെ സെറ്റാക്കി അതും വെച്ച് തോലും വെച്ച് തുള്ളി തുള്ളിയൊക്കെയാണ് പോകുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കീഴ്വഴക്കം പണ്ട് തൊട്ടേയുള്ള. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുളം പ്ലാവിളദേവി ക്ഷേത്രത്തിലെ പള്ളിവേട്ടയുടെ കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പള്ളിവേട്ടയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. കണ്ടില്ലേ, എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. സംഭവം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പള്ളിവേട്ട നടക്കുന്ന ഉത്സവത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ദിവസമായിരിക്കും മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു പള്ളിവേട്ട നടക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പള്ളിവേട്ട കാണാറുണ്ട് മിക്കവാറുള്ള, ഇപ്പോൾ ഈ ഉത്സവം നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. ഉത്സവത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ദിവസം കണ്ടില്ലേ. ഇവിടെ എല്ലാം കഴിഞ്ഞ് അവർ അതൊക്കെ പൊളിച്ച് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. തോലൊക്കെ വെച്ച് ഇനി ഈ മയിലാട്ടമൊക്കെ വന്ന് മയിലാട്ടം ഇപ്പം ഈ ലാസ്റ്റ് നിമിഷം എവിടെ നിന്നാണ് വന്ന് നമ്മളെ പിള്ളേർ തൈപ്പൂയത്തിന് ബാക്കി വെച്ച മയിലാട്ടത്തിൻ്റെ പീസൊക്കെ എടുത്തുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം മൊത്തത്തിൽ വൈബായി, പിള്ളേരൊക്കെ ഓണായി. നമുക്കിനി ഈ പള്ളിവേട്ടയുടെ വൈബോസ്കി കാഴ്ചകളിലേക്ക് ഇറങ്ങാം. വെച്ചേരെ, ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വിളിക്കാം. ഇതാണ് പള്ളിവേട്ട. ഇതാണ് വേടൻ തേങ്ങയും കൊണ്ട് പോണണ്ട. ഇത് പള്ളിവേട്ടയിലെ നമ്മളെ വേടൻ. ഇത് നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പള്ളിവേട്ട. അപ്പോൾ പള്ളിവേട്ട ഇവിടെ മാത്രമല്ല, മിക്കവാറുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിവേട്ട കാണാറുണ്ട്. ഇത് നമുക്ക് കൊട്ടും മേളമൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പം പല സ്ഥലത്തും പലതായിരിക്കും. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ പള്ളിവേട്ടയ്ക്ക് എങ്ങനെയാണെന്നുള്ളത് അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതോ ഓടി 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 ഫുള്ള് വൈബ്. ഇവിടെ നിന്നാൽ മൊത്തം വൈബാണ്, കണ്ടില്ലേ. പിന്നെ ഓടി ഇവിടെ മയിലാട്ടം. ക്ഷേത്രത്തിൽ നിന്നും ജസ്റ്റ് 1 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ അത്രയും ദൂരത്തു നിന്നാണ് ഇങ്ങനെ ഈ ഒരു ചടങ്ങും കഴിഞ്ഞ് വേടനെയും കൊണ്ട് ഘോഷയാത്ര പൂർവ്വം ഇങ്ങനെ പോകും. പക്ഷേ നമ്മുടെ സ്റ്റേജിൽ ഇപ്പം ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പള്ളിവേട്ട അങ്ങോട്ട് കയറുമ്പോൾ അത് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പള്ളിവേട്ട കയറി അതിൻ്റെ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പം പിന്നെയും ഗാനമേള തുടങ്ങും. അങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത് വരുന്നത്. അവിടെ കമ്പമൊക്കെ ബേക്കി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഡാമിട്ടൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരേ കണക്കെട്ടിൽ നാട്ടുകാർ മൊത്തം തുള്ളി ആടി പാടി കണ്ടില്ലേ, കളിച്ച് അവരുടെ ഒരു വൈബ് കണ്ടില്ലേ, ഫുള്ള് വൈബിൽ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ പള്ളിവേട്ടയുടെ വൈബ്. നിങ്ങൾ ഈ പള്ളിവേട്ട കണ്ടിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. കുറേ പേര് കാണാത്തവർ കാണും, എന്താണ് ഈ പള്ളിവേട്ട എന്ന് അറിഞ്ഞൂടാ. അത് നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു പള്ളിവേട്ട എന്ന് പറയുന്ന സംഭവം. നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതും കൂടി ആരെങ്കിലും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വടക്കൻ കേരളത്തിൽ നിന്ന് കാണുന്നവരൊക്കെ ഈ ഒരു പള്ളിവേട്ടയുടെ വൈബൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഷെയർ ചെയ്യണം. കേട്ടല്ലോ എല്ലാവരും. അടിപൊളിയാട്ടോ, ഫുള്ള് കിടുക്കാച്ചി കാഴ്ചകളാണ്. ഇങ്ങോട്ട് നോക്കിയാലും വൈബാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ കുറേ നാളായി ഷൂട്ട് ചെയ്ത്, പക്ഷേ ഇന്നാണ് നമ്മളിത് സെറ്റ് ചെയ്ത് ഇറക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. ഇത് ഫുള്ള് കാണണം കേട്ടോ, ഫുള്ള് കിടക്കാച്ചിയാണ്. ഇതിൻ്റെ ഷോർട്സും ഇതൊക്കെ കണ്ടിട്ട് വരുന്നവർ ഇത് ഫുൾ വീഡിയോ കാണണം. മൊത്തം വൈബിൽ പോവുക. മയിലാട്ടമൊക്കെ തകർക്കുകയാണ് ഇവിടെ കിടന്ന്, കണ്ടില്ലേ. പള്ളിവേട്ടയുടെ തിമിർപ്പ്.
അത് അവിടെ എത്തുമ്പോ തരണം എനിക്ക്. ഒരു സെക്കൻഡ്. ഇല്ല, ഇതാണ് നമ്മുടെ പള്ളിവേട്ട. അപ്പൊ ഇനി പള്ളിവേട്ട അവിടെ അകത്ത് കയറി പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ ചടങ്ങുമൊക്കെ ഇപ്പൊ കഴിയും. അപ്പം ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ പള്ളിവേട്ടയുടെ വൈബോസ്കി കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പള്ളിവേട്ടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ പള്ളിവേട്ട കഴിഞ്ഞ് ഇതാ തിരിച്ചു പോകാൻ പോകുന്നു. അപ്പോൾ ഇതാ രണ്ടുപേര് ഇതാ ഗാനമേള നടക്കുന്ന അടുത്തോട്ട് രണ്ട് കൊച്ചു കുരുന്നുകൾ ഓടുന്ന കണ്ടില്ലേ. ഞാൻ ഇവരുടെ പിറക്കെ പൊക്കോണ്ടിരിക്കുക, അവർ ഫ്രണ്ടിൽ ഓടുന്നു. അവിടെ ഗാനമേള നടക്കുക, അതിന്റെ പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുക. അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ് ഓഫ്.